ഹായ് ഹലോ വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നല്ല മഴയൊക്കെയാണല്ലേ. ഞാൻ ഏതാണ്ട് 2 മാസം കഴിഞ്ഞു എന്ന് തോന്നുന്നു കുറച്ച് ലെങ്തി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് വിഷുവിനാണ് ലാസ്റ്റായിട്ട് ഞാൻ ബിഹൈൻഡ് ദ സീൻസ് ആയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തത്. വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തത് പിന്നെ എന്താ പറ്റിയെന്നറിയില്ല. ഏപ്രിൽ കഴിഞ്ഞ് മെയ് ജൂൺ ജൂലൈ ഒക്കെ ഭയങ്കര മടിയായിരുന്നു. ഭയങ്കര മടി തന്നെ, ഭയങ്കര ലേസി ആയിപ്പോയി. അപ്പം ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം കല്ലുവിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞാനാണ് കല്ലിൻ്റെ ബർത്ത്ഡേ കേക്കൊക്കെ ഉണ്ടാക്കിയത്. ഞങ്ങളങ്ങനെ ഭയങ്കര ഗ്രാൻഡായിട്ട് അവൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഞങ്ങളെല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് പോയി അവിടെ നിന്നായിരുന്നു കല്ലുവിൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ പോണത്. കേക്ക് ഉണ്ടാക്കണതും പിന്നെ ഞങ്ങൾ അവിടേക്ക് പോണതും അവിടുന്ന് കേക്ക് കട്ട് ചെയ്ത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് തിരിച്ചു വന്നു. അവർ ഹാപ്പിയായി, ഞങ്ങൾ ഹാപ്പിയായി. ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ അവിടെ പോകണം, അവിടുത്തെ കുട്ടികളൊക്കെ കാണണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സാഹചര്യം നമ്മളതിനൊന്നും അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. ഇന്നിപ്പം എന്തായാലും പോയേ പറ്റുമെന്ന് ഓർത്തിട്ടാണ് ഞാൻ പോയതാണ്. അതുപോലെ കല്ലുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണെങ്കിലും ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യണം എന്നൊക്കെ ഓർത്ത് ഫുഡിനൊക്കെ ഓർഡർ കൊടുത്തു, കേക്കിന് ഓർഡർ കൊടുത്തു, ഡെക്കറേഷന് ഒരാളെ ഏൽപ്പിച്ചു, എല്ലാ കാര്യങ്ങളും ചെയ്ത് ബർത്ത്ഡേന് 2 ദിവസം മുന്നേ കുട്ടിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഭയങ്കര പനിയെന്നാണ്, ഭയങ്കര വൈറൽ ഫീവറൊക്കെ വന്നു. ഫീവർ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. ഇത് അവൻ്റെ ബോഡി ഫുള്ള് തല മുതൽ നെയിൽ വരെ റെഡ് റാഷസ് വന്നിട്ട് ഭയങ്കര കാണാൻ പോലും പറ്റുന്നുണ്ടായില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അവൻ ഫസ്റ്റ് ബർത്ത്ഡേക്ക്. അതുകൊണ്ട് ഞങ്ങളതെല്ലാം ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തത്. ഫുഡ് വിളിച്ച് പറഞ്ഞു ഇത്രയൊന്നും വേണ്ട, ഞങ്ങൾ കുറച്ച് ആൾക്കാർ, ഇപ്പം എൻ്റെ വീട്ടുകാർ അത്രയേ ഉണ്ടായുള്ളൂ. അവർക്ക് വേണ്ടി മാത്രം ഫുഡ് വാങ്ങിച്ചു. പിന്നെ ഏതായാലും ഫോട്ടോസ് കുറച്ച് എടുക്കാമെന്ന് ഓർത്തിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വെച്ചു. അവനൊട്ടും വയ്യായിരുന്നു. സ്റ്റിൽ ഞാൻ എൻ്റെ കയ്യിൽ എടുത്തുകൊണ്ട് നടക്കുക ചെയ്തത്. ഭയങ്കര വാശിയും അതൊക്കെ ആയിരുന്നു അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക്. എന്നാലും നമുക്ക് ആ ഫോട്ടോസൊക്കെ ഭയങ്കര മെമ്മറബിൾ അല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഫോട്ടോസ് എങ്കിലും എടുത്ത് വയ്ക്കാമെന്ന് ഓർത്തത്. ഈ ബർത്ത്ഡേക്ക് അവൻ നല്ല ഹെൽത്തി ആയിരുന്നു. ഞാൻ ജൂൺ സ്റ്റാർട്ടിങ് ഓൺവേർഡ്സ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കായിരുന്നു ദൈവത്തോട്, ഈശ്വര പനിയൊന്നും വരുത്തല്ലേ എന്ന്. ഒന്നാമത് മഴയാണ്, ശ്വാസമുട്ടലൊക്കെ പെട്ടെന്ന് പിടിപെടാൻ പറ്റിയ ഒരു ക്ലൈമറ്റാണ് കേട്ടോ അവന്. ദൈവം സഹായിച്ച് അവന് കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ തന്നെയാണ് കേക്ക് ഉണ്ടാക്കണത്. ഭയങ്കര ഡെക്കറേഷനും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. സിമ്പിൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ. ഇതെല്ലാം ഞാൻ ഫസ്റ്റ് ഡേ ഞാൻ കേക്കിൻ്റെ ബേസും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചു. സെക്കൻഡ് ഡേ ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്തു. അങ്ങനെയാണ് ചെയ്തത്. ഞാൻ ഉണ്ടാക്കുന്നത് മിൽക്കി നട്ട് കേക്കാണ്. പക്ഷേ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ആ ഒരു മിൽക്കി നട്ടിൻ്റെ അത്രയും ടേസ്റ്റ് ഇതിന് വന്നിട്ടുണ്ടായിരുന്നില്ല. എന്താണെന്നറിയില്ല, മേ ബി കുറേ കാലമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണോ എന്തൊക്കെയോ ഒരു ടെൻഷൻസ് എനിക്ക് ഉണ്ടായിരുന്നു. കേക്ക് അത്ര പ്രതീക്ഷിച്ചത്ര വന്നില്ല, കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു കേക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കട്ട് ചെയ്തു, 2 ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പം എടുക്കുകയും ചെയ്തു. അങ്ങനെയായിരുന്നു. സത്യം പറഞ്ഞ് ഈ ക്രം കോട്ടിങ്, ഈ കേക്ക് ഉണ്ടാക്കാൻ ഈസിയാണ്. പക്ഷേ ഈ നമ്മൾ ഡെക്കറേഷൻ ഞാനിങ്ങനെ ബേക്കിങ്ങിൻ്റെ ക്ലാസ്സൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് കുറച്ചൊരു എന്താ പറയുക വിഷമമാണ് ഇതിങ്ങനെ ഉണ്ടാക്കാൻ. അതായത് ഈ നമ്മൾ ചെയ്യുമല്ലോ കോട്ടിംഗ് ഒക്കെ കൊടുക്കുന്ന ക്രീമിനെ കൊണ്ടുള്ള സംഭവങ്ങൾ ചെയ്യാൻ എനിക്ക് കുറച്ചൊരു വിഷമമാണ്. പിന്നെ എഴുതാൻ എനിക്ക് തീരെ അറിയില്ല. ക്രീമിൻ്റെ മുകളിൽ എഴുതാന്ന് വെച്ചാൽ എന്നെക്കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെയ്യുന്നത് ബർത്ത്ഡേ സ്റ്റിക്ക് വാങ്ങിയിട്ട് കട്ട് ചെയ്യുന്നതിന് മുന്നേ അങ്ങനെ വെക്കും. അതാണ് എൻ്റെ ഒരു ഇത്. പിന്നെ എൻ്റെ കയ്യിൽ ഓവനൊന്നും ഇല്ല കേട്ടോ. അപ്പം ഞാൻ ഒരു എന്താ പറയുക ബേക്കിംഗ് സെറ്റപ്പ് ഞാൻ വലിയ നമ്മളെ ചെമ്പില്ലേ അതിലകത്ത് റിങ് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്യാൻ എപ്പോഴും വെക്കുന്നത്. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ സാധാരണ അങ്ങനെ ചെയ്യുമ്പം. അപ്പം ഞാൻ ഒരു ബാറ്റർ ഉണ്ടാക്കി കഴിഞ്ഞ് കേക്ക് റെഡിയായി വന്നതിന് ശേഷമാണ് ഞാൻ അടുത്ത ബാറ്റർ ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചാൽ അത് ചിലപ്പം നല്ല പഫ്നെസ് ആയിട്ട് നമുക്ക് ആ ഒരു കേക്ക് കിട്ടില്ല, ആ ഒരു സ്പോഞ്ച്, ആ ഒരു ബേസ് കിട്ടില്ല. സോ ഞാൻ ഒരു കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ അടുത്തത് ഉണ്ടാക്കി, അങ്ങനെ 3 എണ്ണമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. ഞാൻ ശരിക്കും നന്നായിട്ട് കഷ്ടപ്പെട്ടു. അതിനുശേഷം പിന്നെ ഓരോന്നായിട്ട് ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്ത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഒപ്പിച്ചു. എല്ലാത്തിൻ്റെയും ഡിസൈനും ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇതൊരു ചെറിയ കേക്കാണ്. ഇത് ഞങ്ങൾ വീട്ടിൽ നിന്ന് കട്ട് ചെയ്തതാണ് കേട്ടോ. നല്ല ഒരുപാട് ചോക്ലേറ്റ്സും നട്ട്സും ഒക്കെ ഇട്ടിട്ട് നല്ല ഫ്ലേവറിങ്ങിനൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ എന്തോ ആ കേക്ക് കുറച്ചൊരു ഹാർഡായി പോലെ എനിക്ക് ഫീൽ ചെയ്തു. ബാക്കി എല്ലാവരും പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന്. എന്നാലും ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ആ ഒരു ഇത് വന്നില്ല, ആ ഒരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നു.
ഓക്കെ, അപ്പോൾ അതെ ഇങ്ങനെയുള്ള ഈ 2 കേക്കും നല്ല മേ ബി മോർ ദാൻ 1 kg ഉണ്ടാവും. അപ്പോൾ അതെ ഇതൊക്കെ ഒലിച്ചിങ്ങോട്ട് ഇറങ്ങുവാണ്. ഞാൻ നന്നായിട്ട് ഗണേശൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എൻ്റെ വീട്ടിലെത്തി. ഈ കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെന്ന് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നായിരുന്നു കേട്ടോ. കാരണം അവിടുന്ന് എനിക്ക് ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ടാസ്ക്കാണ്. കാരണം അവൻ എന്നെ ഒന്നിനും സമ്മതിക്കില്ല. ഇവിടുന്ന് അങ്ങനെയല്ല, ഇവിടുന്ന് അവൻ എന്നെ വലിയ ആവശ്യമില്ലാത്ത പോലെ. ഇടയ്ക്ക് ഞാൻ ഓർക്കും ഞാൻ അവൻ്റെ അമ്മയല്ലേ എന്ന്. അങ്ങനെയാണ് അവൻ്റെ ബിഹേവിയർ. ഫുൾ ടൈം എൻ്റെ അമ്മയുടെ കൂടെ അങ്ങനെയായിരിക്കും കേട്ടോ. അപ്പോൾ അദ്ദേഹം അവനെ കൊണ്ട് ഞാനും അമ്മയും കൂടെ ഒരു മരം നടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അമ്മയാണത് ഓർത്ത് വെച്ച് അമ്മയത് ചെയ്തിട്ടോ. എനിക്ക് അതിൻ്റെ ഓർമ്മ ഉണ്ടായിരുന്നില്ല. ഞാൻ വർത്താനം മാത്രമല്ലോ. ഞാനിങ്ങനെ അമ്മയോട് പറയും, അമ്മ എനിക്കിങ്ങനെ ഒരു മരം നടിപ്പിക്കണം എന്നുണ്ട് കല്ലുവിനെ കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ എന്ത് ചെയ്ത് അമ്മ അത് ഓർത്ത് വെച്ചിട്ട് പ്ലാവും മാവും ഒക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചെടികൾ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൽ നിന്ന് ഒരു മാവാണ് കല്ലു നട്ടത്. പിന്നെ നെക്സ്റ്റ് ഡേ 22nd അവൻ്റെ ബർത്ത്ഡേ. പക്ഷെ ഞങ്ങൾ 23rd കേട്ടോ അങ്ങോട്ട് പോകുന്നത്. അതായത് ഒരു കുറേ കുട്ടികളൊക്കെ ഉള്ള ഒരു പ്ലേസ്, നല്ല ഭയങ്കര പീസ്ഫുള്ളായ ഒരു പ്ലേസ് ആയിരുന്നു അത്. അപ്പം ഞങ്ങൾ അവിടെ പോയി ഞാൻ 2 കേക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് പോയത്. അപ്പോൾ അവരവിടുന്ന് അവനൊരു ബുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തു. കല്ലു ഭയങ്കര ഹാപ്പിയായി. എന്തോ സംഭവം എന്ന് ഓർത്തിട്ട് ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിരുന്നു. അവൻ ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ അവിടുന്ന്. ഞാൻ വിചാരിച്ചു ഭയങ്കര ബഹളം ഉണ്ടാക്കി അലമ്പാക്കുന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നുമല്ല, നല്ല മോനായിരുന്നു. പിന്നെ ഭക്ഷണം അത് നമ്മൾ എവിടെ പോയാലും കഴിക്കില്ല, പട്ടിണി കിടന്നിട്ടേ വരൂ. അതങ്ങനെയാണ്. അവൻ ഭക്ഷണമൊന്നും കഴിച്ചില്ല. ഒരു 1/2 ഗ്ലാസ് പായസം കുടിച്ചു. അത് തന്നെ വലിയ കാര്യം. ഉറക്കമൊക്കെ വരുന്നുണ്ട് മൂപ്പർക്ക്. അവൻ്റെ ഉറങ്ങുന്ന സമയമാണിത്. പിന്നെ അവിടെ കുറേ പിള്ളേരെയും മാമന്മാരെയും എല്ലാവരെയും കണ്ടപ്പോൾ അവൻ ഭയങ്കര ഹാപ്പിയായി. പിന്നെ അന്നത്തെ ദിവസം തന്നെ വേറെ 2 കുട്ടികളുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ചാണ് കേക്കൊക്കെ കട്ട് ചെയ്തത്. പിന്നെ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഞാൻ ഇനി അങ്ങോട്ട് വോയിസ് ഓവർ കൊടുക്കുന്നില്ല, മ്യൂസിക് കൊടുക്കാം. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ.